യൗസേപ്പിതാവും മാതാവും കൂടി വഴക്കുണ്ടാക്കിയതായി ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ വഴക്കുണ്ടാക്കിയെന്ന് അടുത്ത കാലത്ത് ദീപിക, മനോരമ, മംഗളം, മാതൃഭൂമിയിലൊക്കെ ഒരു വലിയ ന്യൂസ്. എവിടെ വെച്ചാണ് വഴക്കുണ്ടാക്കിയത്? എറണാകുളം കലൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു ഇവരുടെ വഴക്ക്. പത്രത്തിൽ വലിയ വാർത്ത അതിപ്രകാരമായിരുന്നു: കലൂരിൽ വെച്ച് സെൻറ്റ് ജോസഫ് കയറി സെൻറ്റ് മേരിക്കിട്ട് ഇടിച്ചു. ഇതാണ് വാർത്ത. അത് യൗസേപ്പിതാവും മാതാവുമല്ല, വണ്ടിക്കാരുടെ വഴക്കാണ്. വണ്ടികളുടെയൊക്കെ പേരങ്ങനെയല്ലേ? തൊടുപുഴ ബസ് സ്റ്റാൻഡിലൂടെ ഉച്ചകഴിഞ്ഞ് 3:30 പോയാൽ മുണ്ടമറ്റം, പ്രകാശ്, ഏഞ്ചൽ, ടീ ഗാർഡൻ, സെൻറ്റ് മേരി, ജീസസ്, റോഡ് ലൈൻസ്, ഒരുപാട് വണ്ടികളുണ്ട്. ഉച്ചയ്ക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കാം: ദയവ് ചെയ്ത് ജീസസ് സ്റ്റാൻഡ് വിട്ട് പോകണം. ഇതാണ് അനൗൺസ്മെൻറ്റ്. ഇതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. അവൻ സ്റ്റാൻഡ് വിട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അനൗൺസ്മെൻറ്റ് കേട്ടു: അൽഫോൻസായെ മുട്ടാത്ത വിധം സെൻറ്റ് തോമസ് മാറിക്കിടക്കണം. ഇതാണ് വാർത്തകളും അറിയിപ്പുകളും. ഏറ്റവും രസമുള്ള വണ്ടി പാലായില്ല. വൈകുന്നേരം 4:30 ആകുമ്പോൾ 2 വണ്ടികൾ പോകും. പാല, മരിങ്ങാട്ടുപള്ളി, കുറുപ്പന്തറ, തലയോലപ്പറമ്പ് വൈക്കം പോകുന്ന ചിലങ്ക എന്ന ബസ്. മറ്റൊരു ബസ് പാല, മരിങ്ങാട്ടുപള്ളി, കുറുപ്പന്തറ വഴി കല്ലറയ്ക്ക് പോകുന്ന ബസ്. കല്ലറയ്ക്ക് പോകുന്ന ബസ്സിൻ്റെ പേര് ജീവൻ ട്രാവൽസ് എന്നാണ്. ജീവൻ ട്രാവൽസ്. 4:30 ഉറക്കെ അനൗൺസ്മെൻറ്റ് കേൾക്കാം: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ജീവൻ പോവുകയാണ്, കല്ലറയിലേക്കുള്ളവർ കടന്നു വരണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. ഇവിടെയാണ് സെൻറ്റ് ജോസഫ് കയറി സെൻറ്റ് മേരിക്കിട്ട് ഇടിച്ചു. യൗസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിൽ പരാതികളോ പരിഭവങ്ങളോ ഇല്ല. അവർ സമ്പൂർണ്ണമായി ദൈവത്തെ തേടിയ മനുഷ്യരാണ്.